ഹലോ ഫ്രണ്ട്സ്, കരിയർ അപ്ഡേറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷനെ പറ്റിയാണ് പറയുന്നത്. സത്യത്തിൽ ഇതൊരു അവയർനെസ് വീഡിയോ ആണ്. നമ്മളൊക്കെ സാധാരണ പറയുന്ന IAS IPS എക്സാം ഉണ്ടല്ലോ, ഇന്ന് അതിനെപ്പറ്റി തന്നെ പറയാണ്. ഏതൊരു ഇന്ത്യക്കാരനും, അത് ഉദ്യോഗാർത്ഥി ആയാലും മാതാപിതാക്കളായാലും ഒക്കെ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഇന്ത്യയിലെ ഒരു ജോലി എന്ന് പറയുന്നത് IAS IPS ഒക്കെയാണല്ലോ. അതുകൊണ്ട് തന്നെ ഇതിനെ പൊതുവെ അറിയപ്പെടുന്നത് IAS IPS എക്സാം എന്നാണ്. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ പേര് സിവിൽ സർവീസ് എക്സാമിനേഷൻ എന്നാണ്. ഇപ്പോഴിത് പറയുവാൻ കാരണം സിവിൽ സർവീസ് എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ ഇറങ്ങി ഫെബ്രുവരി 11 ലാസ്റ്റ് ഡേറ്റ്. തയ്യാറായിക്കൊണ്ടിരിക്കുന്ന കുട്ടികളെല്ലാം ഇത് അറിയുമെന്ന് എനിക്കറിയാം. പക്ഷേ ഇത് ഒരു ജനറൽ വീഡിയോ ആയിട്ടോ അവയർനെസ് വീഡിയോ ആയിട്ട് മാത്രം കണ്ടാൽ മതി. അതുകൊണ്ട് സിവിൽ സർവീസ് എക്സാമിനേഷനെ പറ്റി നിങ്ങൾ അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ടാവും. ഏത് ഘട്ടത്തിലും നിങ്ങൾക്കിത് റെഫർ ചെയ്യാവുന്ന ഒരു വീഡിയോ ആയിരിക്കും. ഒപ്പം തയ്യാറാകുന്നവർക്കും കുട്ടികൾക്കും ഒക്കെ ഇത് ഉപയോഗപ്പെടും. അതുകൊണ്ട് പരമാവധി ആൾക്കാരിൽ ഇത് എത്തിക്കുക. അപ്പോൾ സിവിൽ സർവീസ് എക്സാമിനേഷൻ നടത്തുന്നത് UPSC ആണ്, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. എല്ലാ വർഷവും കൃത്യമായി നടത്തുന്ന ഒരു എക്സാമിനേഷനാണ് സിവിൽ സർവീസ് എക്സാമിനേഷൻ. സാധാരണ നമ്മൾ IAS IPS എന്ന 2 ഗ്രേഡിനെ പറ്റിയേ കേട്ടിട്ടുള്ളെങ്കിലും ഇത് രണ്ടും ഓൾ ഇന്ത്യ കേഡറാണ്. എന്ന് പറഞ്ഞാൽ മറ്റ് വിവിധ സംസ്ഥാനങ്ങളിലേക്ക് പോസ്റ്റ് ചെയ്യുകയും അവരുടെ കേഡറിലാകുകയും ചെയ്യും. പക്ഷേ ഈ ടെസ്റ്റ് എഴുതി ജയിക്കുന്നവരും സെലക്ട് ചെയ്യുന്നവരുമാണ് ഫോറിൻ സർവീസിലും പോകുന്ന IFS. അതിനോടൊപ്പം തന്നെ മറ്റ് 23 ആകെ സർവീസുകളിലേക്ക് ഇതിൽ നിന്നും ആൾക്കാരെ എടുക്കുന്നുണ്ട്. അതായത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് മാത്രമല്ല, ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ്, ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ്, ഇന്ത്യൻ റവന്യൂ സർവീസ്, ഇന്ത്യൻ റെയിൽവേ മാനേജ്മെന്റ് സർവീസ് തുടങ്ങിയ 23 വിവിധ തരം കേന്ദ്ര സർക്കാർ ഉദ്യോഗത്തിലേക്കുള്ള വേക്കൻസി ഫില്ല് ചെയ്യുന്നത് മുഴുവനും ഈ UPSCയുടെ എക്സാമിനേഷനാണ്. ഏതാണ്ട് എല്ലാ വർഷവും കൃത്യമായി നടക്കുന്നുണ്ട്. ഏതാണ്ട് 1000-ഓളം വേക്കൻസിയാണ് എല്ലാ വർഷവും വരുന്നത്. നമ്മളുടെ റാങ്കിന്റെ അടിസ്ഥാനത്തിലും നമ്മളുടെ ആഗ്രഹങ്ങളുടെയും ചോയ്സിന്റെയും അടിസ്ഥാനത്തിലാണ് നമ്മൾക്ക് എവിടെയാണ് ജോലി എന്ന് നിശ്ചയിക്കുന്നത്. അപ്പോൾ ഇതിനാദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ അവർ പറയുന്നത് ഗ്രാജുവേറ്റ് ഇൻ എനി ഡിസിപ്ലിൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്നാണ്. ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്നും, റെക്കഗ്നൈസ് ചെയ്ത ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഗ്രാജുവേഷൻ നേടിയ കുട്ടികൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഏജ് എന്ന് പറയുന്നത് 21 വയസ്സിനും 32 വയസ്സിനും മധ്യയാണ്. സാധാരണ മറ്റ് റിലാക്സേഷൻ ഒക്കെ SC/ST കമ്മ്യൂണിറ്റിക്കും OBCക്കും ഒക്കെ ഉണ്ടാവും. ഇതിൻ്റെ വേറൊരു പ്രത്യേകത, ഒരു വ്യക്തിക്ക് 6 പ്രാവശ്യം മാത്രമേ, ജനറൽ കാറ്റഗറി ഉള്ളവർക്ക് 6 പ്രാവശ്യം മാത്രമേ ഈ എക്സാമിനേഷൻ എഴുതാൻ പറ്റുകയുള്ളൂ. എന്നാൽ OBCകൾക്കാണെങ്കിൽ 9 പ്രാവശ്യവും, SC/STക്ക് ലിമിറ്റേഷനും ഇല്ലാത്ത ഒരു എക്സാമിനേഷനാണ് നടക്കുന്നത്. സാധാരണയായി എല്ലാ വർഷവും ഫെബ്രുവരി മാസത്തിൽ നോട്ടിഫിക്കേഷൻ വരികയും എക്സാമിനേഷൻ തുടർന്ന് നടക്കുകയും ചെയ്യും. ഇനി ഇതിൻ്റെ എക്സാമിനേഷൻ രീതി എന്ന് പറയുന്നതിന് 3 കടമ്പകളാണുള്ളത്. ഞാൻ കടമ്പകൾ എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് മനഃപൂർവ്വമാണ്. വളരെ ടഫായ സിറ്റുവേഷനിലാണ് പോകുന്നത്. പ്രിലിമിനറി എക്സാമിനേഷൻ, മെയിൻ എക്സാമിനേഷൻ, ഇന്റർവ്യൂ. പ്രിലിമിനറി എക്സാമിനേഷൻ എന്ന് പറയുന്നത് മെയിൻ എക്സാമിനേഷനിലേക്ക് ക്വാളിഫൈ ചെയ്യുന്നതിന് വേണ്ടി മാത്രമുള്ള ഒരു റൗണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. 200 ക്വസ്റ്റ്യൻസ് ചോദിക്കും. 2 പേപ്പർ ഉണ്ട്. രണ്ടാമത്തെ പേപ്പർ GSAT എന്ന് പറയും. അത് സത്യത്തിൽ ക്വാളിഫയിങ് എക്സാമിനേഷൻ മാത്രമാണ്. ഒന്നാമത്തത് ജനറൽ അവയർനെസ്സിൽ നിന്നും മറ്റ് നമ്മൾ സ്കൂളുകളിലും കോളേജുകളിലും പഠിച്ച മറ്റു വിഭാഗങ്ങളിൽ നിന്നും വരുന്ന ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. സിവിൽ സർവീസ് എക്സാമിനേഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത, നിങ്ങളുടെ അറിവിനെ മാത്രമല്ല ഇത് ചോദ്യം ചെയ്യുന്നത്. ഈ ചോദ്യങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ അറിവിനോടൊപ്പം തന്നെ നിങ്ങളെ എത്ര ആഴത്തിൽ ഇത് പഠിച്ചുവെന്നും ഒരു ചോദ്യത്തിനെ അപഗ്രഥിക്കുവാൻ നിങ്ങൾക്കുള്ള കഴിവുമുണ്ടെങ്കിൽ മാത്രമേ ഈ എക്സാമിനേഷൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനൊക്കെ ഉള്ളൂ. നേരിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും ഉണ്ടാവില്ല എന്നുള്ളത് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ഹിസ്റ്ററിയിൽ നിന്നൊരു ചോദ്യം, വട്ടമേശ സമ്മേളനം എന്നായിരുന്നു നടന്നത്, അങ്ങനെ ഒരു ചോദ്യം ഒരിക്കലും നിങ്ങൾ UPSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. നേരെ മറിച്ച് ഒരുപക്ഷെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ചരിത്രങ്ങളെ പറ്റി ആലോചിക്കുമ്പോൾ 4 ഇൻസിഡന്റോ 4 വർഷങ്ങളോ ഒക്കെ പറഞ്ഞിട്ട് ഇതിൽ ഏതായിരുന്നു കറക്റ്റ് ഓർഡർ എന്ന് മാത്രമല്ല ചോദിക്കുന്നത്. അവർ പറയുന്നത് 4 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് ചിലപ്പോൾ 1ഉം 2ഉം കറക്റ്റ് ആണ്,
രണ്ടും മൂന്നും കറക്റ്റാണ്, ഒന്നും നാലും കറക്റ്റാണ്. ഇങ്ങനെ നമുക്ക് ട്വിസ്റ്റ് ചെയ്യപ്പെടുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പോ നിങ്ങളുടെ ബുദ്ധിശക്തിയും നിങ്ങളുടെ ആഴത്തിലുള്ള അറിവും ചോദ്യത്തിനെ അപഗ്രഥിക്കാനുള്ള നിങ്ങളുടെ കഴിവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനകത്ത് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ സാധാരണ നിങ്ങൾക്ക് ഈ സിവിൽ സർവീസ് എക്സാമിനേഷനെ പറ്റി വരാൻ സാധ്യതയുള്ള ഡൗട്ടുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാം. ഒന്നാമത്തെ നിങ്ങളുടെ ചോദ്യം, 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ ഏത് സ്ട്രീം എടുക്കണം സിവിൽ സർവീസ് എക്സാമിനേഷൻ അപ്പിയർ ചെയ്യണം എന്നുള്ളതാണ് സാധാരണ എല്ലാ കുട്ടികളും ചോദിക്കുന്ന ഒരു ചോദ്യം. എനിക്കിതിന് പറയുവാനുള്ളത്, ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും 10ാം ക്ലാസ് കഴിഞ്ഞ് എടുക്കേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ട്രീം മാത്രമായിരിക്കും. മറ്റൊരാള് ആ സ്ട്രീം എടുത്ത ആളിന് സിവിൽ സർവീസിൽ അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ള കാരണങ്ങൾ കൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ സിവിൽ സർവീസിന് അങ്ങനെ ഒരു സ്ട്രീം എടുത്ത് പോകരുത്. നിങ്ങൾക്ക് ഏത് സ്ട്രീമാണോ കൺവീനിയന്റും കംഫർട്ടും ആ സ്ട്രീം തന്നെ നിങ്ങൾ എടുക്കണം. അപ്പോൾ അടുത്ത ചോദ്യം വരും, ഞാൻ 12ാം ക്ലാസ് കഴിഞ്ഞ് എന്തെടുക്കണം എന്നുള്ളത്. ഇതിനകത്ത് 3-4 സ്വാധീന ഘടകങ്ങളുണ്ട്. സാധാരണ ആൾക്കാർ പറയും ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് വിഷയങ്ങൾ, ഹിസ്റ്ററിയോ ജോഗ്രഫിയോ ഇക്കണോമിക്സോ എടുക്കുന്നവർക്ക് അഡ്വാൻറ്റേജ് ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. കാരണം ജനറൽ സയൻസിൽ കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ചിന്തിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ഇന്നത്തെ ഒരു അവസ്ഥ നോക്കിയാൽ വളരെയധികം എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് സിവിൽ സർവീസ് എക്സാമിനേഷന് അപ്പിയർ ചെയ്യുന്നതും ക്ലിയർ ചെയ്യുന്നതുമായിട്ട് കാണാം. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇവരൊരു 10ാം ക്ലാസ് കഴിഞ്ഞ് ഒരു 15 വയസ്സ് കഴിയുമ്പോഴേക്കും ഇവർ എഞ്ചിനീയറിംഗിന്റെയോ മെഡിക്കലിന്റെയോ ഒക്കെ എൻട്രൻസ് എഴുതാൻ വേണ്ടിയുള്ള ആഴത്തിലുള്ള സ്റ്റഡി നടത്തുന്നവരായിരിക്കും. അവർക്കൊരു സബ്ജക്റ്റിനെ പറ്റി ഡീപ്പ് സ്റ്റഡി നടത്തുന്ന ഒരു ഹാബിറ്റ് അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഗ്രാജുവേഷൻ കഴിഞ്ഞ് പുതിയൊരു സബ്ജക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ അവർ മോൾഡ് ചെയ്യപ്പെട്ട, ട്യൂൺ ചെയ്യപ്പെട്ട അവരുടെ ഒരു കപ്പാസിറ്റി ഉണ്ടല്ലോ, ആ കപ്പാസിറ്റിയിൽ അവർ പുതിയ വിഷയം പഠിക്കുകയും അതിൽ നിന്ന് അവർ സ്കോർ ചെയ്യുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഗ്രാജുവേഷനും ഏത് വിഷയം എടുക്കും എന്നുള്ളതല്ല പ്രശ്നം. കാരണം ഇതിലെ ചോദ്യങ്ങളൊന്നും തന്നെ നേരിട്ടുള്ള ചോദ്യങ്ങളല്ല, വളരെ ഡീപ്പ് സ്റ്റഡി ഉള്ളവർക്ക് മാത്രം സ്കോർ ചെയ്യാവുന്നതായതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് പഠിക്കുന്ന വിഷയത്തിൽ ആഴത്തിലുള്ള പഠനം നിങ്ങൾക്കുണ്ടാവേണ്ടതാണ്. പിന്നെ അടുത്ത നിങ്ങളുടെ ഒരു ചോദ്യം, ഏത് ബുക്കാണ് റെഫർ ചെയ്യേണ്ടതെന്നുള്ളതാണ്. റെഫറൻസ് ഗ്രന്ഥങ്ങളെക്കാൾ ഉപരി നിങ്ങൾ ആദ്യം നോക്കേണ്ടത് അടിസ്ഥാനപരമായ ജ്ഞാനം നിങ്ങൾക്ക് നേടുക എന്നുള്ളതാണ്. ഒരുപക്ഷെ 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ നിങ്ങൾ പഠിച്ചിരിക്കുന്ന ബുക്കുകൾ, പ്രത്യേകിച്ച് ഹിസ്റ്ററി, ജോഗ്രഫി, സിവിക്സ്, കെമിസ്ട്രി, ഫിസിക്സ്, സയൻസ്, ഇത് മുഴുവനും നിങ്ങൾ വളരെ ഡീപ്പായിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ അതിനുശേഷം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് റെഫറൻസ് ഗ്രന്ഥങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിരിക്കും. ഇതിനേക്കാൾ ഏറ്റവും വളരെ പ്രധാനപ്പെട്ടത്, നിങ്ങൾക്ക് ജനറൽ അവയർനെസ് ഉണ്ടാകുന്നതിന് വേണ്ടി കൃത്യമായി നിങ്ങൾ ന്യൂസ് പേപ്പർ വായിക്കേണ്ടതായിട്ടുണ്ട്. ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ തന്നെ അത് എങ്ങനെ വായിക്കണം എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. സാധാരണ കോൺട്രവേഴ്സ്യൽ ന്യൂസുകളോ അഡ്വർടൈസ്മെന്റോ ഒക്കെ വായിക്കുന്നതിന് ഉപരിയായിട്ട് ഒരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു വ്യൂസ് ഉണ്ടാവണം, നിങ്ങൾ അതിനെ അനലൈസ് ചെയ്യണം. അപ്പോൾ ഈ സിവിൽ സർവീസ് എക്സാമിനേഷന് പഠിക്കുന്നവർ തയ്യാറാവേണ്ടത്, പലപ്പോഴും നിങ്ങൾ നോട്ടുകൾ പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോകണം. കാരണം മെയിൻ എക്സാമിനേഷൻ നടക്കുന്നത് ഡിസ്ക്രിപ്റ്റീവാണ്. അപ്പോൾ അടുത്ത ഒരു സംശയം നിങ്ങൾ വരാൻ പോകുന്നത്, എങ്ങനെയാണ് തയ്യാറെടുക്കേണ്ടത് പ്രിലിമിനറി വേണ്ടി എന്നുള്ളതാണ്. പ്രിലിമിനറി എക്സാമിനേഷൻ ഏതാണ്ട് 14 ലക്ഷത്തോളം കുട്ടികൾ അപ്ലൈ ചെയ്യുകയും അതിൽ കുറച്ച് പേർ, എന്താണ്ട് 10 ലക്ഷത്തിൽ താഴെ ആൾക്കാരെങ്കിലും എഴുതുന്നതുമായ എക്സാമിനേഷനാണ്. ആകെ വേക്കൻസി 1000-ഓളം ആയതുകൊണ്ട് സാധാരണ പ്രിലിമിനറിയിൽ ക്ലിയർ ചെയ്യപ്പെടുന്ന ഒരു 12,000 to 14,000 കാൻഡിഡേറ്റ്സിനെയാണ് അവർ മെയിൻ എക്സാമിനേഷൻ വിളിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ കാലങ്ങളിലെ കട്ട് ഓഫ് മാർക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 50% മാർക്ക് ലഭിക്കുന്നവർ ഇതിൽ ക്ലിയർ ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം ക്വസ്റ്റ്യൻ അത്രയും ടഫായിരിക്കും, കോമ്പറ്റീഷൻ അത്രയും ടഫായിരിക്കും, സ്കോറിങ് അത്രയും ടഫായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുകയും അനലിറ്റിക്കൽ പവർ ഇംപ്രൂവ് ചെയ്യുകയും ചെയ്താൽ സ്കോർ ചെയ്യാവുന്ന ഒരു എക്സാമിനേഷൻ ആണെന്ന് മനസ്സിലായല്ലോ. മെയിൻ എക്സാമിനേഷൻ വരുമ്പോൾ അത് ഡിസ്ക്രിപ്റ്റീവ് ആൻസേഴ്സ് ആണ് എഴുതേണ്ടത്. 9 പേപ്പറുകൾ ഇതിനകത്തുണ്ട്.
രണ്ട് പേപ്പർ എന്ന് പറയുന്നത് ഒന്ന് ഇംഗ്ലീഷും മറ്റൊന്ന് റീജിയണൽ ലാംഗ്വേജുമാണ്. റീജിയണൽ ലാംഗ്വേജ് നമുക്ക് ഏത് ലാംഗ്വേജ് വേണമെങ്കിലും എടുക്കാം. ഒരുപക്ഷെ മലയാളികളായതുകൊണ്ട് നമ്മൾ മലയാളമായിരിക്കും എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ബേസിക് അവയർനെസ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കത്തക്ക ഒരു ക്വാളിഫയിങ് എക്സാമിനേഷനായിട്ട് മാത്രം കരുതിയാൽ മതി. അതിനുശേഷം നിങ്ങൾക്ക് 4 ജനറൽ സയൻസ്, ജനറൽ നോളജിൻ്റെയും ജനറൽ സയൻസിൻ്റെയും ജനറൽ സ്റ്റഡീസിൻ്റെയും അടക്കമുള്ള 4 പേപ്പേഴ്സ് ഉണ്ടാവും. ഇതിൻ്റെ നോട്ടിഫിക്കേഷനിൽ വളരെ വിശദമായിട്ട് ഇതിൻ്റെ സിലബസിനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ള 2 പേപ്പർ എന്ന് പറയുന്നത് ഓപ്ഷണലാണ്. പിന്നെ ഉള്ളത് ഒരു ജനറൽ എസ്സേ ആണ്. എസ്സേക്കകത്ത് നിങ്ങൾ 2 സബ്ജക്റ്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് എസ്സേ എഴുതണം. ഇത് എഴുതുന്നതിന് നിങ്ങൾക്ക് പത്രവായനയിൽ കൂടെ മാത്രം ലഭിക്കുന്ന നോളജ് കൊണ്ട് ലഭിക്കാവുന്നതാണ്. ഇനി ഓപ്ഷണൽ പേപ്പർ ഏതാണ് എടുക്കേണ്ടത്? 2 പേപ്പർ നിങ്ങളുടെ ഓപ്ഷനിലാണ്. ഓപ്ഷനിൽ ഏതാ എടുക്കേണ്ടത് എന്നൊരു ചോദ്യം എപ്പോഴും വരുന്നുണ്ട്. സാധാരണ കുട്ടികൾ 2 രീതിയിൽ ഇതിനെ അപ്രോച്ച് കാണുന്നവരുണ്ട്. ഒന്ന്, അവർ പഠിച്ച വിഷയത്തെ ഓപ്ഷണലായിട്ട് അവർ എടുക്കുന്നു. അതിൽ അവർ ഡീപ്പ് സ്റ്റഡി നടത്തി മുന്നോട്ട് പോകാം. ഒരു പക്ഷേ ഇനിഷ്യൽ സ്റ്റെപ്പിൽ അവർക്ക് കുറച്ച് അഡ്വാൻറ്റേജ് ലഭിക്കാം. പക്ഷേ സയൻസ്, എഞ്ചിനീയറിംഗ് സൈഡൊക്കെ ചെയ്തിട്ടുള്ളവർ പലപ്പോഴും ചെയ്യുന്നത് ആർട്സ് സബ്ജക്റ്റിനെ ഓപ്ഷണൽ പേപ്പറായിട്ട് എടുത്തുകൊണ്ട് അതിൽ ഡീപ്പ് സ്റ്റഡി നടത്തുന്നതാണ്. അതിൻ്റെ ഒരു കാരണം, ഈ സയൻസ് സബ്ജക്റ്റ് എടുത്തവർക്ക് ഹിസ്റ്ററി, ജോഗ്രഫി, സിവിക്സ് അല്ലെങ്കിൽ അതുപോലുള്ള ആർട്സ് സബ്ജക്റ്റിൽ, ഹ്യൂമാനിറ്റി സബ്ജക്റ്റിൽ ഒരല്പം ഒരു വീക്കായിരിക്കും. ഇത് കോമ്പൻസേറ്റ് ചെയ്യാൻ കൂടി അവരെ സഹായിക്കാറുണ്ട്. പക്ഷെ അപ്പോഴും ഓപ്ഷണൽ പേപ്പറിന്റെ സെലക്ഷനും നിങ്ങളുടെ ഇൻട്രസ്റ്റിനെ അടിസ്ഥാനമാക്കിയിരിക്കും. പക്ഷെ സാധാരണ എന്തായാലും ആർട്സ് സബ്ജക്റ്റ് എടുത്തവരാരും തന്നെ സയൻസ് സബ്ജക്റ്റ് പോയി ഓപ്ഷൻ എടുക്കാറില്ല. പക്ഷെ നേരെ മറിച്ച് അനവധി നമ്മൾ കാണാറുമുണ്ട്. അടുത്ത നിങ്ങൾക്ക് വരാനുള്ള ഒരു ഡൗട്ട് എന്ന് പറയുന്നത് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എവിടെ പോയി പഠിക്കണം എന്നുള്ളതാണ്. ഇതൊരു വലിയ ചോദ്യം തന്നെയാണ്. സത്യത്തിൽ 2 തരത്തിൽ കുട്ടികൾ പഠിക്കാറുണ്ട്. ഒന്ന്, ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രെയിനിങ് നടക്കുന്നു. രണ്ടാമത്തത് സ്വയം പഠിക്കുന്നു, അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയയെ നോക്കുന്നു. ഡൽഹിയിൽ പോയി പഠിക്കുന്നു, അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനത്ത് പോയി പഠിക്കുന്നു. ഇങ്ങനെയൊക്കെയുണ്ട്. പക്ഷേ ഇതിനകത്ത് 2 ഇഷ്യൂസ് ഉണ്ട്. ഒന്ന്, ചിലർക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രെയിനിങ് കമ്പൽസറി ആവാം. കാരണം ഒരിക്കലും അവർ സ്വയം പഠിക്കത്തില്ല. മറ്റൊരാൾ പഠിക്കുമ്പോൾ മാത്രം പഠിക്കുന്നൊരവസ്ഥ, മറ്റൊരാൾ പറഞ്ഞു തരുമ്പോൾ പഠിക്കുന്നൊരവസ്ഥ. അങ്ങനെയുള്ളവർക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രെയിനിങ് ആണ് വേണ്ടത്. രണ്ടാമത്തെ ഒരു ഗ്രൂപ്പ് എപ്പോഴും സ്വയം പഠിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. പക്ഷെ ഞാൻ കണ്ടതിൽ പലപ്പോഴും നമ്മൾ സ്വയം പഠിക്കുമ്പോൾ കൃത്യമായ രീതിയിൽ ഒരു ടൈം ടേബിൾ വെച്ച് പഠിക്കാനുള്ള സാധ്യത കുറവായിരിക്കും. രണ്ടാമത്തേത്, നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രെയിനിങ് നടത്തുകയോ ഏതെങ്കിലും ലൈബ്രറിയിൽ പോയിരുന്ന് പഠിക്കുകയോ ചെയ്യുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകൾ നമ്മളെ സ്വാധീനിക്കും. നമ്മളുടെ വീടുകളിലാണെങ്കിൽ നമ്മൾ പലപ്പോഴും അലക്ഷ്യമാവുകയോ മറ്റ് ചില റിലേറ്റീവ്സ് വരികയോ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് നമ്മുടെ സമയം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. തന്നെയല്ല, മറ്റുള്ളവർ എന്തുമാത്രം പഠിക്കുന്നു എന്ന് നമ്മൾക്ക് അറിയാതെയും ഇരിക്കും. നേരെ മറിച്ച് നമ്മൾക്കൊരു ഗ്രൂപ്പ് ഉണ്ടെങ്കിലോ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രെയിനിങ്ങിന്റെ ഭാഗമാവുകയാണെങ്കിൽ നമ്മുടെ ടൈം ടേബിൾ കുറച്ച് കൃത്യമാകും. അല്ലാതെ ചില ഇൻസ്റ്റിറ്റ്യൂഷനുകൾ കൃത്യമായി നടക്കുന്നുണ്ടെന്നോ അതിശക്തമായി ട്രെയിനിങ് കൊടുക്കുന്നുണ്ടെന്നോ എന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോഴങ്ങനെ ഒരു പ്രത്യേക ഇൻസ്റ്റിറ്റ്യൂഷനെ റെക്കമെൻഡ് ചെയ്യുവാൻ എൻ്റെ കയ്യിൽ ഇൻസ്റ്റിറ്റ്യൂഷനില്ല. പക്ഷെ ഇതിനകത്തെല്ലാം എപ്പോഴും ഈ സബ്ജക്റ്റ് റിലേറ്റീവ് ആണ്. വ്യക്തികളെ അടിസ്ഥാനമാക്കി മാത്രമാണ് ഇത് മുന്നോട്ട് പോകുന്നത്. രണ്ടാമത്തത്, ഒരു കാര്യം ആലോചിക്കേണ്ടത്, എപ്പോഴേക്ക് റിസൾട്ട് വരും, ഇത് കിട്ടിയില്ലെങ്കിൽ എന്ത് ചിന്തിക്കും എന്നൊക്കെ ചില ചോദ്യങ്ങൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. ഒന്നോർക്കുക, 14 ലക്ഷത്തോളം കുട്ടികൾ അപ്ലൈ ചെയ്യുകയും അവസാനം 1000-ഓളം പേർ റിസൾട്ടിൽ സക്സസ് ആവുകയും ചെയ്യുന്ന ഒരു എക്സാമിനേഷനാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ടഫ് ലെവൽ നിങ്ങൾക്കെല്ലാം മനസ്സിലാകും. ഇത് നിങ്ങളെ ഇതിൻ്റെ നെഗറ്റീവായി പറയുന്നതല്ല, ഇതിനെ വളരെ പോസിറ്റീവായി നിങ്ങൾ കാണണം. കാരണം ഇന്ത്യയിലെ ഓരോ കുട്ടിക്കും ഡ്രീം ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനിലേക്കാണ് നിങ്ങൾ എത്തുന്നത്. സാമൂഹിക കാഴ്ചപ്പാടോടുകൂടി സമൂഹത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കാവുന്ന ഒരു പൊസിഷനിലേക്കാണ് നിങ്ങൾ എത്തുന്നത്. സംസ്ഥാന തലത്തിൽ സിവിൽ സർവീസിൽ നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ എത്താൻ പോകുന്നത്, അവർക്ക് എത്താവുന്ന അൾട്ടിമേറ്റ് പോസ്റ്റ് പറഞ്ഞാൽ ആ സ്റ്റേറ്റിന്റെ ചീഫ് സെക്രട്ടറിയോ DGPയോ ആയിരിക്കും. കേന്ദ്ര ഗവൺമെന്റിലേക്കാണെങ്കിൽ നിങ്ങൾ ക്യാബിനറ്റ് സെക്രട്ടറി പദത്തിലേക്കാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു രാജ്യം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നതിൽ ശക്തമായ സ്വാധീനമുള്ള ഒരു വ്യക്തിയായി നിങ്ങൾ മാറുമ്പോൾ, അത്രയും ഉത്തരവാദിത്വമുള്ള വ്യക്തിയായി നിങ്ങൾ മാറുമ്പോൾ, അത്രയും സ്ക്രീനിങ്ങോടുകൂടി മാത്രമേ ഈ എക്സാമിനേഷൻ നടക്കുകയുള്ളൂ. സാധാരണ 1 വർഷത്തെ എങ്കിലും പ്രിപ്പറേഷന് ശേഷമാണ് നിങ്ങൾ ആദ്യത്തെ എക്സാമിനേഷൻ പോലും എഴുതേണ്ടത്. അപ്പോൾ ആദ്യമായി ഇതിനെപ്പറ്റി കേട്ടവർ ഇപ്പോൾ പെട്ടെന്ന് അപ്ലൈ ചെയ്തിട്ട് ഫെബ്രുവരി 11 അപ്ലൈ ചെയ്തിട്ട്
ഈ എക്സാമിനേഷൻ എഴുതണം എന്ന അഭിപ്രായം എനിക്കില്ല. മറിച്ച് ഇതിനെപ്പറ്റി മനസ്സിലാക്കുകയും അടുത്ത 1 വർഷമെങ്കിലും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ പഠിക്കുകയും ചെയ്യാമെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് അവിടെ തുടങ്ങാവുന്നതാണ്. ഇനിയും 1ഓ 2ഓ അറ്റംപ്റ്റിന് ശേഷം ഒരു ചോദ്യം വരാറുണ്ട്, കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്നുള്ളത്. 2 കാര്യം ഞാൻ പറയുന്നു. ഒരിക്കലും കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന ചോദ്യത്തോടുകൂടി നിങ്ങളൊരു എക്സാമിനേഷൻ എഴുതാൻ പോകരുത്. അതിൻ്റെ അർത്ഥം അവിടെ തന്നെ നിങ്ങൾക്കൊരു സംശയമുള്ളതാണ്. തീർച്ചയായിട്ടും ഞാൻ ഈ എക്സാമിനേഷൻ ഗ്രാബ് ചെയ്യുമെന്നുള്ള ചിന്തയിൽ തന്നെ മുന്നോട്ട് പോകണം. ഏതാണ്ട് 21, 22, 23-ാമത്തെ വയസ്സിലായിരിക്കും നിങ്ങൾ ഫസ്റ്റ് അറ്റംപ്റ്റ് നടക്കുന്നത്. അതിനുശേഷം സാധാരണ നിലയിൽ ഓർക്കുക, ഫസ്റ്റ് അറ്റംപ്റ്റിൽ സിവിൽ സർവീസ് എക്സാം ക്ലിയർ ചെയ്യുന്നതിൻ്റെ പെർസെൻറ്റേജ് ഏതാണ്ട് 10% താഴെയാണ്. സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത് അറ്റംപ്റ്റിൽ സിവിൽ സർവീസ് ക്ലിയർ ചെയ്യുന്നത് ഏതാണ്ട് 40 to 50% സ്റ്റുഡൻസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് റിപ്പീറ്റ് ചെയ്യുകയും കൂടുതൽ അറ്റംപ്റ്റ് എഴുതിക്കൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനൊക്കെ ഉള്ളൂ. ഇനിയും നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ എന്തായിരിക്കും എന്നുള്ളതാണ്. പ്രതിസന്ധികൾ സാധാരണ നിങ്ങളൊരു 2 പ്രാവശ്യം ഒക്കെ എഴുതി കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ഏജ് തന്നെ ഒരു 24, 25 ഒക്കെ ആകും. നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നോ നിങ്ങളുടെ ചുറ്റുപാടിൽ നിന്നുള്ള ചോദ്യം വരാറുണ്ടല്ലോ, എന്താ ഒന്നും ആയില്ലേ? ഈ ഒരു ചോദ്യമാണ് എപ്പോഴും നമ്മുടെ കുട്ടികളെ പിന്നോട്ടടിക്കുന്നത്. ഇത് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്, അവരുടെ അയൽവക്കക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്. കുട്ടികൾ പഠിക്കട്ടെ, കാരണം അവർ നേടിയെടുക്കാൻ പോകുന്നത് ഒരു വലിയ പൊസിഷനിലേക്കാണ്. അതുകൊണ്ട് അതിന് അത്ര തയ്യാറെടുപ്പ് ആവശ്യമാണ്. ഒരു കാര്യം എനിക്ക് ഉറപ്പു തരാം, എന്തെങ്കിലും കാരണവശാൽ 2ഓ 3ഓ അറ്റംപ്റ്റിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നൊരവസ്ഥ വന്നാൽ തന്നെ നിങ്ങൾ രാജ്യത്തിന് ഒരു സ്വത്തായിരിക്കും, നിങ്ങളൊരു അസറ്റ് ആയിരിക്കും. കാരണം ഈ രാജ്യത്തിൻ്റെ ഗതി എങ്ങോട്ട് പോകുന്നു എന്ന് മനസ്സിലാക്കുന്നവരാണ്. എൻ്റെ ഒരു സുഹൃത്ത് ഈ എക്സാമിനേഷൻ അറ്റംപ്റ്റ് ചെയ്ത് ഒരു വ്യക്തി എന്നോട് പറഞ്ഞൊരു കാര്യം കൂടി ഞാൻ പറയാം. ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, ഒരു പക്ഷേ സിവിൽ സർവീസ് എഴുതി ക്ലിയർ ചെയ്തില്ലെങ്കിലും മലയാളമാണ് ഞാൻ ഐച്ഛിക വിഷയമായിട്ട് എടുക്കുന്നതെങ്കിൽ നാളെ ഒരു കോളേജിൽ പഠിപ്പിക്കാനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു ജോലിയിലേക്ക് ഞാൻ പോകുമ്പോഴും മലയാള സാഹിത്യ ചരിത്രത്തെ പറ്റിയും മണിപ്രവാളത്തെ പറ്റിയും ഒക്കെ മനസ്സിലാകുന്ന ഒരു വ്യക്തിയായി ഞാൻ മാറുന്നുണ്ടെങ്കിൽ അതൊരു നല്ല വ്യക്തിത്വമായി മാറില്ലേ? ഒരു സംശയം വേണ്ട, നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ട് മാറും. ഇതാണ് അതിൻ്റെ അൾട്ടിമേറ്റ് എയിമെന്ന് ഞാൻ പറയുന്നില്ല. സത്യത്തിൽ 2ഓ 3ഓ അറ്റംപ്റ്റ് എഴുതിയതിന് ശേഷം വീണ്ടും നിങ്ങൾക്ക് തോന്നുകയാണ് ദിസ് ഈസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ, അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ തീർച്ചയായിട്ടും വേറൊരു എക്സാമിനേഷനുള്ള ടൈമുണ്ട്, അതിനുള്ള അവസരമുണ്ടാകും. അപ്പോഴേക്കും നിങ്ങൾ ആ ലെവലിൽ എത്തുകയും പിന്നെ നിങ്ങൾക്ക് എത്തുവാനുള്ള, നിങ്ങളുടെ എയിമിൽ എത്തുവാനുള്ള സമയം നിങ്ങളെ അടുത്തു വരികയും ചെയ്യും. അതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത് എക്സാമിനേഷന് തയ്യാറാക്കുക, പ്ലാൻ ബി എന്നുള്ളതിനെ പറ്റി ചിന്തിക്കാതിരിക്കുക. സ്ഥിര ഉത്സാഹത്തോടുകൂടി കൃത്യമായ തയ്യാറെടുപ്പോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോവുക. വിജയം നിങ്ങളുടേതാകട്ടെ. എല്ലാവർക്കും അറിയേണ്ടതായ ഒരു വിഷയമാണിത് ചർച്ച ചെയ്തതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ എത്തിക്കുക, ഷെയർ ചെയ്യുക, ആൾക്കാരോട് സംസാരിക്കുക. കൂടുതൽ വീഡിയോയുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.